വടകര UDF RMPI സ്ഥാനാർത്ഥി KK രമയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് ശശി തരൂരിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. നിങ്ങളും പങ്കാളികളാവുക. പ്രിയപ്പെട്ടവരെ, ശ്രീന ദേവി കുഞ്ഞമ്മ, N വേണു, കോട്ടയിൽ രാധാകൃഷ്ണൻ, NP അബ്ദുള്ള ഹാജി എന്നിവർ പങ്കെടുത്തു. എടോടി മുനിസിപ്പൽ ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ വടകര നഗരം വഴി താഴെയങ്ങാടി കോതി ബസാറിൽ സമാപിച്ചു. ഓരോ ആവശ്യങ്ങളും ആശങ്കയും മനസ്സിലാക്കി നിങ്ങളുടെ സ്വരം നിയമസഭയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇത്ര കഴിവുള്ള ഒരു ജനപ്രതിനിധി നിങ്ങൾക്ക് 5 വർഷക്കാലം ഉണ്ടായത് നിങ്ങളുടെ ഭാഗ്യമല്ലേ? ഓരോ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. മതേതരത്വ കേരളത്തിന് വേണ്ടി എപ്പോഴും നിന്നു. എല്ലാ കാര്യത്തിലും നമ്മുടെ സൗമ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നാടിന് വികസനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയാണ് എന്റെ അടുത്ത് നിൽക്കുന്ന ശ്രീമതി KK രമ. അപ്പൊ ഞാൻ അവരുടെ കൈപ്പത്തി അടയാളത്തിലല്ല, ടെലിവിഷൻ അടയാളത്തിൽ ഒരു വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും ആവശ്യമാക്കുമെന്ന് പറയുന്നത് കേരളത്തിന്റെ ആവശ്യമാണ് അവരുടെ വിജയം. കാരണം അതിനൊപ്പം ടെലിവിഷൻ അടയാളത്തിൽ ജയിച്ച ശേഷം അവരൊപ്പം കൈപ്പത്തി അടയാളത്തിലും കോഴി അടയാളത്തിലും നിരവധി UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ നമ്മൾ ഈ 10 വർഷക്കാലത്തിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ സാധിക്കും. LDF സർക്കാരിനെ മാറ്റി ഈ നാടിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു പുതിയ ഭരണം, ഒരു പുതിയ രീതിയിൽ ചിന്ത, നമ്മുടെ യുവാക്കളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയെ നമ്മുടെ അവകാശത്തും അധികാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ പറയട്ടെ, ഈ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ നാടിന്റെ സ്ഥിതി മഹാമോശമാക്കിയിട്ടുണ്ട്. സമ്പാദിക സ്ഥിതി ഇത്രത്തോളം അതിന് കടത്തിൽ മുങ്ങിയ ശേഷം 5 ദിവസം മുമ്പ് നീതി ആയോഗ് റിപ്പോർട്ട് ഇറക്കി 18 സംസ്ഥാനങ്ങളുടെ എല്ലാ വിധത്തിലത്തെ ഫിസ്ക്കൽ മാനേജ്മെന്റ്, ഫിസ്ക്കൽ ഹെൽത്ത്, നമ്മുടെ സാമ്പത്തിക ആരോഗ്യം എന്നിട്ട് ആ 18 സംസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൽ കേരളത്തിലെ 15ാം സ്ഥാനത്തിൽ അവരെത്തിയിരിക്കും. അതാണ് ഈ കേന്ദ്ര സർക്കാർ കാണുന്നത്. കേരള സർക്കാരിന്റെ കഴിവുകൾ ഞാൻ പറയട്ടെ, നമ്മുടെ യുവമലയാളികളൊക്കെ ഈ നാട് വിട്ടിട്ട് അന്യ രാജ്യങ്ങൾ, അന്യ സംസ്ഥാനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കുക തന്നെ ചെയ്യും. ആ ഒരു വലിയ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കടക്കുമ്പോൾ വടകര നമുക്ക് ഉറപ്പുണ്ട്. ഹൃദയത്തിലായി രാഷ്ട്രീയ കേരളത്തിന്റെ ഹൃദയഭൂമിയായിട്ട് മാറിയ ഇടമാണ് വടകര. ആ വടകരയുടെ ഏറ്റവും പ്രിയങ്കരിയായ, ഏറ്റവും ഹൃദയത്തിലുള്ള KK രമ വലിയ ഭൂരിപക്ഷത്തോടുകൂടി, കഴിഞ്ഞ തവണ ജയിച്ച ഭൂരിപക്ഷമല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് ജനപ്രീതിയും ജനങ്ങളുടെ ഹൃദയത്തിലും ഇടം നേടിയെന്ന് കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പദ്ധതികളിലൂടെ, ഇടപെടലുകളിലൂടെ, ചേർത്തുപിടിക്കലിലൂടെ ഒക്കെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ആ സ്നേഹം ഉറപ്പായിട്ടും ഇനിയും വലിയ ഭൂരിപക്ഷം എത്ര വർദ്ധിച്ചു എന്ന് മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. ആ വർധനം എത്ര കൂടി എന്ന് മാത്രമേ ഞങ്ങൾ എല്ലാവരും നോക്കുന്നുള്ളൂ. വലിയ സ്നേഹത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ആ ജനാധിപത്യത്തിന്റെ തീരുമാനത്തിലേക്ക് April 9 നമ്മൾ കടക്കും.